ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തലപതി വിജയുടെ ഗോട്ടിൽ നിന്നാണ്. അപ്ഡേറ്റ് എന്തെന്നാൽ ഇപ്പോൾ ഈ സിനിമയിൽ നിന്ന് അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു തലപതി വിജയ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി സിനിമയായിരിക്കും. അതായത് ഇതൊരു സയൻറ്റിഫിക് മൂവിയാണ്. അത് നമുക്ക് ഇതിൻ്റെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഇതിൽ സാധാ ഉള്ളതുപോലെ വെങ്കട് പ്രഭു സിനിമകളിൽ ഉള്ളതുപോലെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, അതുപോലെ ഫാമിലി സീൻസ്, പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ രീതിയിലുള്ള ഹ്യൂമർ രംഗങ്ങൾ അതൊക്കെ ഉണ്ടെന്ന് ആൾമോസ്റ്റ് കൺഫേംഡ് ആണ്. പിന്നെ ക്യാമിയോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശിവകാർത്തികേയൻ, തൃഷ, പിന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കാര്യം ഡൗട്ടാണ്. ബാക്കി പോയിട്ടുള്ള ക്യാമിയോസൊക്കെ ആൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ഇനി ഇവരൊക്കെ പോയി ഇവരെ ക്യാമിയോസ് പോയിട്ട് തന്നെ സർപ്രൈസ് ആയിട്ട് കുറേ ക്യാമിയോസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ സിനിമ സയൻറ്റിഫിക് സിനിമയാണെന്ന് കൺഫേംഡ് ആണ്. പിന്നെ ബാക്കി ഇനി ഹ്യൂമർ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. പക്ഷേ ആക്ടേഴ്സ് പറയുന്നത് ഇതൊക്കെ ഉണ്ടെന്നാണ്. പക്ഷേ വെങ്കട് പ്രഭുവിൻ്റെ ഇപ്പം മാനാടൊക്കെ പോലത്തെ ഒരു സിനിമ ആവാനാണ്, അതിന് മുകളിലാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. മാനാട് എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്, പക്ഷേ മാസ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമയല്ല. മാസ് പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ എന്തായാലും നല്ലൊരു ഡിഫറൻറ്റ് പടമായിരിക്കുമെന്ന് ആൾമോസ്റ്റ് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ബൈ ബൈ.